നമുക്ക് ഒരു ഇഷ്ടു ഉണ്ടാക്കി നോക്കാം. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് സ്റ്റ്യൂ ഉണ്ടാക്കി നോക്കാം. അതിന് ഞാനൊരു 5-6 പൊട്ടറ്റോ, മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ എടുത്ത് ക്യൂബായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഞാൻ ഗ്രേറ്റ് ചെയ്യാണ് ചെയ്തത്, അതുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് ഉള്ളി അരിഞ്ഞതുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വേണം, അത് അവസാനം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഏകദേശം ഒരു 1-1.5 കപ്പ് കോക്കനട്ട് മിൽക്ക് വേണം, നല്ല നാളികേരപ്പാൽ. അതിന് ഞാനൊരു 1/2 കപ്പ് മാഗിയുടെ കോക്കനട്ട് പൗഡറാണ് എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് വേവിക്കാൻ വെക്കാം. അത് ഞാൻ കുക്കർ ഉപയോഗിച്ചിട്ടാണ് വേവിച്ചത്, അല്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ ഇട്ട് വേവിച്ചാലും മതി. ഒന്ന് നന്നായിട്ട് വേവണം. അത് വെന്ത് വരുമ്പോഴേക്കും എൻ്റെ അടുത്ത് ആ മാഗിയുടെ കോക്കനട്ട് പൗഡറാണ് ഉണ്ടായിരുന്നത്. ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ആണെങ്കിൽ നന്നായിരിക്കും. അത് നന്നായിട്ട് കലക്കി ചുടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൊഴുപ്പുണ്ടാവില്ല. ചെറുതായിട്ട് കുറച്ചൊരു 4-5 കഷ്ണങ്ങൾ നന്നായിട്ട് ഉടച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ആ ഉപ്പ് പിടിക്കണ വരെ ഒന്ന് ഒരു 2 മിനിറ്റ് തിളയ്ക്കാൻ വെക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ കോക്കനട്ട് മിൽക്ക്, നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ചത് ചേർക്കുക. നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമുക്ക് ആ കുരുമുളക് പൊടിച്ചത് ഇടാം. കുരുമുളക് പൊടിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മേലെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടു റെഡിയായി. ഈ ഇഷ്ടുവിൽ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ക്യാരറ്റും പീസും ഒക്കെ ചേർത്താലും നന്നായിരിക്കും. എന്ത് വെജിറ്റബിളും വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഈ ഉരുളക്കിഴങ്ങിൻ്റെ വേവിനനുസരിച്ച് ഉള്ളത് ക്യാരറ്റോ അല്ലെങ്കിൽ കളർഫുള്ളായി വേണമെങ്കിൽ ബീറ്റ്റൂട്ടോ അങ്ങനെയൊക്കെ ചേർത്താൽ കൂടുതൽ പച്ചക്കറി ഉൾപ്പെടുത്താനും പറ്റും. ഈ സ്റ്റ്യൂ നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ കൂടെ നന്നായി പോവും. ദോശയ്ക്ക് അസലായിട്ട് പോണ ഒരു കൂട്ടാനാണ് സ്റ്റ്യൂവിൻ്റെ കൂടെ. സ്റ്റ്യൂവും ദോശയും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇഡ്ലിയുടെ കൂടെയും സ്റ്റ്യൂ പോവും. ഒന്നുമില്ലെങ്കിൽ വെറുതെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ സ്റ്റ്യൂ കഴിക്കാനും നല്ലതാണ്. ബ്രെഡും സ്റ്റ്യൂവും നല്ല കോമ്പിനേഷനാണ്. പിന്നെ നൂൽപുട്ടിൻ്റെ കൂടെ പോവും. പിന്നെ നല്ല തൈര് ചോറിൻ്റെ കൂടെ നല്ല തൈരും ഈ സ്റ്റ്യൂവും വെച്ച് കഴിക്കാനും നല്ലതാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ പോവും, നാനിൻ്റെ കൂടെ പോവും. ഇത് നല്ലൊരു കറിയാണ്. ഒരുവിധം എല്ലാ ഡിഷിൻ്റെ കൂടെയും പോകുന്ന നല്ലൊരു കറിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. Please try the recipe and leave comments. Thank you.